ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ഞങ്ങളുടെ അടുത്ത് വേണ്ട. അതൊക്കെ പണ്ട്. നിങ്ങളുടെ കയ്യിൽ അണ്വായുധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പൊള്ളിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ല. നിങ്ങളുടെ അണ്വായുധ ഭീഷണിയെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ആസ്ഥാന മന്ദിരത്ത് വരെ ഞങ്ങളുടെ മിസൈലുകൾ എത്തി. നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങൾ തച്ചുടച്ചു. നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. അതുകൊണ്ട് അണുബോംബ് എന്ന് പറഞ്ഞുള്ള ഭീഷണിയുമായി ഇനി ഇങ്ങോട്ട് വരണ്ട. എട്ടാമത്തെ പോയിന്റ്, ഇതൊരു താൽക്കാലിക വെടിനിർത്തലാണ് എന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി വെച്ചു, തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഞങ്ങൾ ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കും എന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. ഞങ്ങൾ മനുഷ്യത്വപരമായ നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് ഞങ്ങൾ നിരീക്ഷണത്തിലാക്കുന്നു. ഇനി പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചാൽ, ഞങ്ങളുടെ ആത്മാവിനെ ചൊറിയാനെത്തിയാൽ, ഇനി ഏതെങ്കിലും ഒരു ഭീകരാക്രമണം നടന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും. ഇത് അവസാനമല്ല, ഇതൊരു താൽക്കാലിക പോസിംഗ് ആണ്, നിർത്തിവയ്ക്കലാണ്. ഒൻപതാമത്തെ പോയിന്റ്, യുദ്ധം ശാശ്വതമല്ല, സമാധാനമാണ് ശാശ്വതം. ഇത് യുദ്ധത്തിന് പറ്റിയ സമയമല്ല, ഇത് സമാധാനത്തിന്റെ സമയമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഇത് ഭീകരതയുടെ സമയവുമല്ല. യുദ്ധത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഭീകരതയെയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധം വേണ്ട എങ്കിൽ ഭീകരതയും ഉണ്ടാവരുത്. ഭീകരതയുണ്ടെങ്കിൽ യുദ്ധമുണ്ടാവും. പാകിസ്ഥാനുള്ള അടുത്ത മുന്നറിയിപ്പാണ്. ഇനി ഒരു പഹൽഗാം ആക്രമിച്ചാൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പകരം ചോദിക്കാൻ. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമായിരിക്കുമെന്ന മുന്നറിയിപ്പ്.